ഹലോ ഗൈസ്, നമ്മൾ കാർ പാർക്കിംഗ് 2 CPM 2ലേക്കാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇത് നമ്മൾ ആദ്യത്തെ യൂട്യൂബ് ചാനലിൽ ഇടുന്ന ആദ്യത്തെ ഒരു വീഡിയോ ആണ്. ആദ്യമായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഗെയിമിലേക്ക് കിടക്കുക. ഞാൻ കളിച്ചിട്ടുണ്ട് കുറേ. ഇത് എന്താണ് CPM 1ൻ്റെ വീഡിയോ നമ്മൾ ഇട്ടും. കുറേ വണ്ടികൾ ഞാൻ മേടിച്ചിട്ടുണ്ട്. റോൾസ് റോയ്സ് ഒക്കെ ഉണ്ട് ഗൈസ്, കുറേ വണ്ടികളുണ്ട്. നമുക്ക് മസ്റ്റാങ് ഒന്ന് റൈഡ് ചെയ്യാം. നല്ല ഒച്ചയ്ക്കാണ്, പക്ഷേ ഈ ഒച്ച നിങ്ങൾക്ക് അവിടെ കേൾക്കുമോയെന്ന് എനിക്കറിയില്ല. വണ്ടീൻ്റെ ഒച്ച എൻ്റെ ഒച്ച മാത്രമേ കേൾക്കുന്നുണ്ടാവുള്ളൂ. എന്നാലും നിങ്ങൾ ഈ വീഡിയോ ഫുള്ള് കാണാം. അടിപൊളി സൗണ്ടും കാര്യങ്ങളൊക്കെ ഉണ്ട് ഗൈസ് ഈ വണ്ടിക്ക്. നമ്മൾ പുറത്തേക്ക് പോവാണ്, ഗാരേജിൽ നിന്ന് പുറത്തേക്ക് കിടന്നു. പോരും ഒന്ന് ഗൈസ്, നമുക്ക് റൈഡ് ചെയ്യാം. അതിന് മുന്നേ നിങ്ങൾക്ക് വണ്ടീൻ്റെ ഇൻറ്റീരിയർ ഒന്ന് കാണിച്ചു തരാം. വണ്ടീൻ്റെ ഇൻറ്റീരിയർ കാണിച്ചു തരാം. GT ഉണ്ടോ? മസ്താങ് GT അടിപൊളി ഇൻറ്റീരിയറൊക്കെയാണ് കേട്ടോ GTൻ്റെ. സൂപ്പർ സാധനം. നമുക്ക് വണ്ടി മുന്നിൽ കിടക്കാം. കിട്ടുള്ള സാധനം ഉണ്ടത്. എനിക്ക് ഞങ്ങൾ ഗാരേജിൽ ഏറ്റവും ഇഷ്ടമുള്ള വണ്ടി ഈ മസ്റ്റാങ്ങാണ്. പറന്ന് കേസ് അവിടെ. മസ്റ്റാങ് അത്രയും പവറുണ്ട് ഈ വണ്ടിക്ക്. നമുക്ക് എന്തായാലും വണ്ടിക്കേക്ക് പോവാം. ഡ്രിഫ്റ്റിംഗ് ഒക്കെ കണ്ടില്ലേ? അച്ചാതി ഡ്രിഫ്റ്റിങ് കാര്യങ്ങളൊക്കെയാണ് വണ്ടിക്ക്. എന്താണ് നമുക്ക് ഇനി ഗാരേജിൽ പോയിട്ട് ഞാൻ ആലോചിക്കണത് BMW HCV ഓൾഡ് മോഡലുണ്ട്, അത് കൊടുത്തിട്ട് നമുക്കൊരു വണ്ടി മേടിക്കാം. BMW മേടിക്കാം. എന്നിട്ട് അരുൺ സ്മോക്കിൻ്റെ വണ്ടി ഇല്ലേ, അതേപോലെ ഏകദേശം ഒന്ന് ആക്കിയെടുക്കാം നമുക്ക്. എന്തായാലും ഗാരേജിലേക്ക് പോവാം. ഞാൻ വിചാരിച്ച അവിടെ ഇടിച്ചിട്ട് മറയാൻ പോവാണ്. എന്തായാലും നമുക്ക് ഗാരേജിലേക്ക് പോവാം. നല്ല സ്റ്റിയറിങ് കൺട്രോളും കാര്യങ്ങളും കേട്ടോ ഈ മസ്താങ്ങിന്. അല്ലാത്തൊരു ഒരു സ്റ്റിയറിങ് ആണെന്ന് നിങ്ങൾ വിചാരിക്കും, പക്ഷേ ഈ മസ്താങ്ങിന് പ്രത്യേകിച്ച് എന്തോ ഒരു ഇതുണ്ട്. എന്നുവെച്ചാൽ സ്റ്റിയറിങ് ഒക്കെ നല്ല ബാലൻസും കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ട്. ഡ്രിഫ്റ്റ് ചെയ്യുന്നത് നല്ല പക്കയാണ് വണ്ടി. ഉള്ളിലേക്ക് പോവാം. പാർക്കിങ്ങിൽ ഇട്ടിട്ടേ ഗിയർ അറിയാതെ പാർക്കിങ്ങിൽ ഇട്ട് ഒന്ന് മാറ്റട്ടെ. ഡ്രൈവ് കിട്ടും. ഡ്രിഫ്റ്റ് ചെയ്യാം. ഇടിച്ചിടിച്ച് ഡ്രിഫ്റ്റ് ചെയ്തതാ കേസ്. ചാവടി സിവിക്കിൽ പിടിച്ചു. സിവിക്ക് എന്ന് പറഞ്ഞാൽ പക്കാളിയെ മോഡിഫിക്കേഷൻ ചെയ്തതാണ് ഗൈസ്. പക്ക മോഡിഫിക്കേഷനാണ് സിവിക്ക്. മസ്താങ് കൂടെ കിടന്നോട്ടെ. കിടക്കട്ടെ. മസ്താങ്ങിൻ്റെ GT മസ്താങ് എന്തായാലും ഇവിടെ കിടന്നോട്ടെ. നമുക്ക് ഇതേപോലെ പോർഷെ ലാംഗ്വേജറും കുറേ പോർഷകളൊക്കെ ഉണ്ട്. പോർഷയുടെ പലവേറൊക്കെ ഉണ്ട്. ഗൈസ്, നമ്മൾ ബാക്ക് അടിച്ചിട്ട് വേണം നമുക്ക് വണ്ടി എടുക്കാം. നമുക്ക് ബാക്ക് അടിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഗാരേജിൽ പോയിട്ട് BMW കൊടുക്കണം. BMW ഞാൻ കാണിച്ചു തരാം. HCV ആണ്. HCV മോഡൽ BMW. ഇത് കഴിഞ്ഞിട്ട് ഒന്നും കൂടി അടുത്ത വീഡിയോ, ഇതൊരു ചെറിയ വീഡിയോ ആണ് ഗൈസ്. അടുത്ത വീഡിയോയിൽ നമ്മളൊരു വലിയ വീഡിയോ ഒക്കെ ഇട്ടിട്ടുണ്ട്. ഈ കാറിൻ്റെ CPM-ൻ്റെ 1 CPM-ൻ്റെ 2 ഫുള്ളിൽ അതേപോലെ CPM-ൻ്റെ 1 2 ഒക്കെ ഇടും. നിങ്ങൾക്ക് ഇതിൽ ഇഷ്ടപ്പെട്ട ഒരു വണ്ടി കമൻറ്റ് ചെയ്തിട്ടോ, അത് ഞാൻ മേടിക്കും. പൈസ നമുക്ക് നോക്കണില്ല, നമ്മൾ ഇഷ്ടം പോലെ പൈസ ഉണ്ടാവുന്നില്ല. അതുകൊണ്ട് ഏത് വണ്ടി വേണമെങ്കിലും പറയാം, ഞാനത് മേടിക്കും. കമൻറ്റ് ചെയ്തിട്ടാൽ മതി. ഇത് ഫുള്ള് കാണാം ഗൈസ്, ഈ ഫുൾ വീഡിയോ കാണാം. ഇത് നമ്മളെ യൂട്യൂബ് ചാനലിൽ ആദ്യത്തെ ഫുൾ വീഡിയോ ആണ്. എന്തായാലും നിങ്ങളിത് ഫുള്ള് കാണും. ഈ വണ്ടി കൺവേർട്ടബിൾ ആണ് ഗൈസ്. ആ വണ്ടി കൺവേർട്ടബിൾ ആണ്. പിന്നെ കുറേ വണ്ടികളുണ്ട് ഇതിൽ. ഏത് വേണമെങ്കിലും നിങ്ങൾക്ക് പറയാം, ഞാനത് മേടിക്കും. റോൾസ് റോയ്സിൻ്റെ ഒരു കൺവേർട്ടബിൾ ഉണ്ടായിരുന്നു. അതാ റെഡ് കളറ്. ഇത് നമുക്ക് കളർ വേണമെങ്കിൽ മാറ്റമൊക്കെ ചെയ്യാം കേട്ടോ ഗൈസ്. റോൾസ് റോയ്സിൻ്റെ കൺവേർട്ടബിൾ അവിടെ കിടക്കട്ടെ. നമുക്ക് BMW എടുക്കാം. അതിനു മുന്നേ നിങ്ങൾക്ക് ഇതിലുള്ള ഫുള്ള് വണ്ടികൾ ഞാൻ കാണിച്ചു തരാം. കണ്ടിട്ട് ഏതാ വേണ്ടത് വെച്ചാൽ കമൻറ്റ് ചെയ്ത് പറഞ്ഞോ, ഞാനത് മേടിക്കും, വീഡിയോയിൽ ഇട്ടും ചെയ്യും.
നമ്മളിങ്ങ് ഇന്നിപ്പോൾ എന്താ ആഴ്ചയാ? നമ്മൾ വീഡിയോ എന്തായാലും തിങ്കളാഴ്ച ഞാൻ ഇടാം. ഓക്കെ, തിങ്കളാഴ്ച ഞാൻ വീഡിയോ ഇടും. ഓക്കെ, രണ്ടാം പാർട്ടി ഞാൻ തിങ്കളാഴ്ച ഇടും. BMW ഇതാണ് സാധനം. ഇത് മേടിക്കാൻ വന്നിട്ട് അരുൺ സ്മോക്കിൻ്റെ പോലെ ഏകദേശം ഒന്ന് ആക്കാം. ഓക്കെ, നമുക്ക് പർച്ചേസ് ചെയ്ത് ഞാൻ വിഷ്വലി ഇട്ടാണെങ്കിൽ മേടിച്ചാൽ നമുക്ക് ആദ്യം ഒരു ഇത് വയ്ക്കണ്ടേ, എന്താണ് എനിക്ക് കളർ മാറ്റാം അല്ലേ. അത് കഴിഞ്ഞിട്ട് സ്പോയിലർ വെക്കണം. അത് കഴിഞ്ഞിട്ട് ബമ്പർ, ബാക്ക് ബമ്പർ, മുൻ ബമ്പറൊക്കെ, ഫ്രണ്ട് ബമ്പറൊക്കെ മാറ്റണം. ഇതൊന്നും അത്ര രസമില്ലാത്ത ഇതാണ് അലോ വീൽസാണ്. ഇതിൽ രസമുള്ളതുണ്ട്. ഇത് മേടിക്കാം. അതാകുമ്പോൾ അരുൺ സ്മോക്കിൻ്റെ അത് തന്നെയാണ്. ഈ കളർ നിങ്ങൾ മേടിക്കേണ്ട ആവശ്യമില്ല, ഇതിനെ മാറ്റും. സെറ്റല്ലേ? ഓക്കെ, അത് ഇത് മതി. ഇനി നമുക്ക് സ്പോയിലറൊക്കെ വയ്ക്കാം. സ്പോയിലർ നല്ലത് തന്നെ വെക്കണം. ഇതൊന്നും ചെറുതല്ല. അരുൺ സ്മോക്കിൻ്റെ ഇത്തിരി വലിയ സ്പോയിലറല്ലേ, ഇത് മേടിക്കാം. സൂപ്പർ വേണം. ഇനി അരുൺ സ്മോക്കിൻ്റെ നല്ല സാധനം ബമ്പർ അരുൺ സ്മോക്കിൻ്റെ അത് തന്നെ വെക്കണം നമുക്ക്. ഇത് അരുൺ സ്മോക്കിൻ്റെ തന്നെ അല്ലേ? അല്ല, ഇതാണ് ഇത് അരുൺ സ്മോക്കിൻ്റെ തന്നെ. ഓക്കെ, ബാക്ക് ബമ്പർ ഇത് അരുൺ സ്മോക്കിൻ്റെ അതേ സാധനം. ഓക്കെ, സൈഡ് നമുക്കിത് വേണോ? മേടിക്കാം അല്ലേ, ഇത് മതി. ഓക്കെ, ഇനി ബോണറ്റ് അരുൺ സ്മോക്കിൻ്റെത് സാധാ ബോണറ്റാണ്, പക്ഷെ നമുക്കിതിൽ ബോണറ്റ് മാറ്റാം. ഓക്കെ, ബോണറ്റ് പർച്ചേസ് ചെയ്തിട്ടുണ്ട്. നല്ല അടിപൊളി സാധനമാണ് ആ ബോണറ്റ്. നമുക്ക് സസ്പെൻഷൻ്റെ കാര്യങ്ങളൊക്കെ ഒന്ന് റെഡിയാക്കിയിട്ട് നമുക്ക് വണ്ടി ഡ്രൈവ് ചെയ്യാം. ഓക്കെ, സസ്പെൻഷൻ സ്പേസ് നമുക്ക് ഇത്തിരി മുന്നിക്കിടാം. ഓക്കെ, മതി, അത് മതി. ഇനി സ്പ്രിങ് സസ്പെൻഷൻ നമുക്ക് കുറച്ച് കുറയ്ക്കണോ കൂട്ടണോ? കുറച്ച് കുറയ്ക്കാം. ഓക്കെ, കുറച്ച് ഒരു 10,995 വേണം. 10,995 കറക്റ്റ് കിട്ടും, നോക്കാം നമുക്ക്. ഓക്കെ, സംഭവം നല്ല സൂപ്പർ സാധനമാണ് ഈ BMW കേട്ടോ. ഞാൻ മേടിച്ചിട്ട് കൊടുത്തതാണ് ഈ സാധനം. സത്യം പറഞ്ഞാൽ ഇടിച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് നല്ലോണം ചാത്തഞ്ച് പപ്പടം പൊടിഞ്ഞ പോലെയാകും. ഞാൻ ഈ വണ്ടി കൊടുത്തിട്ട് പോർഷയുടെ പണം വേറെ മേടിച്ച്. ഓക്കെ, നമുക്ക് എന്തായാലും ഇത് കൊണ്ട് പോവാം. റെഡിയാക്കിയിട്ട് നമുക്ക് ഇതും കൊണ്ട് റൈഡൊക്കെ പോയിട്ട് വീഡിയോ അവസാനിപ്പിക്കാം. ഓക്കെ ഗൈസ്, ഇതൊക്കെ ഏകദേശം ഓക്കെ ആയിട്ടുണ്ട്. 10,86 കിട്ടിയത്, 10,95 കിട്ടിയില്ല. സോഫ്റ്റ് നല്ലോണം ആക്കാം. ഓക്കെ, ഫുള്ളിടാം. നമുക്കൊക്കെ റെഡിയാക്കിയിട്ട്